തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് രാവിലെ ഇറങ്ങുകയാണ് ബലിയിടാൻ വേണ്ടി. വണ്ടി ഹൈവേയുടെ അവിടെ ഒതുക്കിയിട്ട് അങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ രാവിലത്തെ തിരക്കാണ്. ആ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടക വാവ് ബലിയായിരുന്നല്ലോ. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതലുള്ള ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് കരുതിയാണ് നമ്മളിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വാവ് ബലിയായിട്ടൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്കും ഉണ്ടോ? നിങ്ങൾക്ക് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, നമുക്കുണ്ട്. അപ്പൊ ഏറ്റവും വലിയ രസം എല്ലാ പ്രാവശ്യവും നമ്മൾ ബലിയിടുന്നതേ തിരുവല്ലത്ത് പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടാണ് ബലിയിടാൻ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇന്നലെ രാത്രി ഞങ്ങൾ പ്ലാൻ ചെയ്തെന്തുവാ, രാവിലെ 3 മണിയാകുമ്പോൾ അവിടെ എത്തണം എന്നുള്ള പ്ലാനൊക്കെ ചെയ്താണ് നമ്മൾ ഇരുന്നത്. പക്ഷേ ഇവര് 3 പേരും കിടന്ന് ഉറങ്ങി. ഞാൻ ഉറങ്ങാതെ ഇരുന്ന്. എന്തിന്? 3 മണിക്കെങ്കിലും അവിടെ എത്തണ്ടേ, അതുകൊണ്ട് ഉറങ്ങാതിരുന്നു. പക്ഷെ 2 മണിയായപ്പോൾ ഉറങ്ങിപ്പോയി. 3 മണിക്ക് പോകാനുള്ള ഞാൻ 2 മണിയായപ്പോൾ ഉറങ്ങി. പിന്നെ നമ്മൾ 4 മണിയായപ്പോൾ വിളിച്ചോണത്തി. പിന്നെ ഞങ്ങള് നോക്കിയപ്പോൾ നല്ല മഴയും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലേ? നല്ല തണുപ്പില്ലായിരുന്ന ആലുമ? നിനക്ക് കുളിക്കാൻ ഭയങ്കര മടിയൊക്കെ ആയിരുന്നു ആലുമ? ഇല്ല, കാരണം എന്ന് വെച്ചാൽ ഇന്ന് അമ്പലത്തിൽ പോയണ്ടേ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരായൊക്കെ കുളിച്ച് റെഡിയായി. 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തി. പക്ഷെ എന്ത് ചെയ്യാൻ, അവിടെ നമ്മൾ വണ്ടിയൊക്കെ കൊണ്ട് ഒതുക്കി കുറച്ച് ദൂരമൊക്കെ നടന്ന് അവിടെ ചെന്നില്ലപ്പോൾ കാണാം ഭയങ്കര തിരക്ക്. ഭയങ്കര എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതിനേക്കാൾ തിരക്ക്, നല്ല തിരക്കുണ്ടായിരുന്നു. ആ ക്യൂ അവിടെ ഹൈവേ ഇങ്ങനെ ക്രോസ് ചെയ്ത് വന്നില്ലേ, ഹൈവേ ക്രോസ് ചെയ്ത് വന്ന് ക്യൂ നിൽക്കുന്നു. അതാ ക്യൂ ഒട്ടൊന്നും അനങ്ങൊന്നുമില്ല. അവിടെ ഓരോ സെക്ഷൻ കഴിയുമ്പോഴല്ലേ വീണ്ടും ആൾക്കാർ കയറി പോകത്തുള്ളൂ. അപ്പോൾ അത്രയും നേരം ക്യൂ ഇങ്ങനെ ഓടിയിരിക്കും. അപ്പോൾ എനിക്ക് അത്രയും നേരം നിന്ന് ഇതിനിടയ്ക്ക് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഉള്ളു നനഞ്ഞ് കുളമാവും, പിള്ളേരെ കൊള്ളയില്ലേ. നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ചെയ്യാമെന്ന് പറഞ്ഞ് ഇല്ലേ. എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് അവിടുന്ന് ഒരു 4 തോർത്തുമൊക്കെ വാങ്ങിച്ചു. അതുകൊണ്ട് നേരെ അവിടുന്ന് കോവളം ബീച്ചിനടുത്തുള്ള കീഴത്തിൽ ക്ഷേത്രത്തിലേക്ക് വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ക്ഷേത്രവും അവിടുത്തെ പരിസരമൊക്കെ? ഒന്നാമത് എന്താണ്, കടലിനഭിമുഖമായിരുന്നാണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ കടൽ കാറ്റ് രാവിലെ നല്ല തണുപ്പായിരുന്നു. എത്ര ആലമിക തണുപ്പൊക്കെ ഉണ്ടായിരുന്നോ? നല്ല തണുപ്പായിരുന്നു, തണുപ്പും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ടോക്കണൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ അവിടെ വലിയൊരു ഷെഡൊക്കെ കെട്ടി ആ ഷെഡിനകത്തായിരുന്നു ബലിയിടൽ ചടങ്ങ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുന്നതിന് മുൻപേ ആ ചടങ്ങ് നടന്നുകൊണ്ടിരുന്നതുകൊണ്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളവർക്ക് പോലും ഇരിക്കാൻ വേണ്ടി അവിടെ കസേരയൊക്കെ ഇട്ടിരുന്നു കേട്ടോ അവർ. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഭരണസമിതിക്കാരൊക്കെ ഒരുക്കിയിരുന്നു. അപ്പം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ നല്ല സഹകരണത്തിനൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ തന്നു. അങ്ങനെ കുറച്ചേരൊക്കെ ഇരുന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞില്ലേ? 10 മിനിറ്റ് കഴിഞ്ഞാണോ കഴിഞ്ഞപ്പോൾ അവരുടെ ഇത് കഴിഞ്ഞവിടെ നമ്മൾ പിന്നെ ബലിയിടാൻ പോയി. പക്ഷെ നമ്മളവിടെ വെളിയിരിക്കുന്ന സമയത്ത് മഴ ചുവ്വായിട്ട് ഒരു 2-3 തുള്ളികളൊക്കെ ഇങ്ങനെ വന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു കൊളാവൂ. പക്ഷെ മഴ പെയ്തില്ല, എപ്പോഴും പെയ്തില്ല. അത് കഴിഞ്ഞ് പിന്നെ എന്തായി? അല്ല, അത് കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറിയില്ലേ. അകത്ത് കയറിയപ്പോ നമ്മള് തറയിൽ തന്നെ ഇരിക്കേണ്ടതല്ല എന്ന് വെച്ചാൽ റെഡ് കളറിലെ കാർപ്പറ്റ് ഒക്കെ അവിടെ വിരിച്ചിരുന്നു. അപ്പം നമ്മള് മണ്ണിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നില്ല. അപ്പോൾ ഫുള്ള് നനഞ്ഞേ കിടക്കുകയല്ലായിരുന്നു. അപ്പോൾ കാർപ്പറ്റൊക്കെ വിരിച്ചിരുന്നു. അപ്പോൾ കാർപ്പറ്റിലൊക്കെ നമുക്ക് ഇരുന്ന് സ്വസ്ഥമായിട്ടൊക്കെ
ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2 ഇല പീസൊക്കെ കൊണ്ടിട്ടു. പിന്നെ അതിന് മേളില് എന്തൊക്കെയാണ് സാധനങ്ങള്, ചന്ദനം, പച്ചരി, എള്ള്, പൂവ്, ദർഭ, അങ്ങനെ എല്ലാം ഒക്കെ കൊണ്ടുവന്നു. എല്ലാ സാധനങ്ങളും പിന്നെ നമ്മുടെ അവര് ഈ ചടങ്ങ് ആരംഭിച്ചു. മൈക്കിലൂടെ അവിടുന്ന് അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഓരോ മന്ത്രങ്ങളും നമ്മൾ നമ്മുടെ മനസ്സിലും ഉരുവിടണം. നമ്മുടെ പിതൃക്കന്മാരെ, നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടവരെ, ആർക്ക് വേണ്ടിയാണോ നമ്മൾ ബലിയിടാൻ ചെന്നത് അവരെയൊക്കെ ഓർമ്മിക്കുവാൻ വേണ്ടി അവിടെ നിന്ന് പറയുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ അവരെയൊക്കെ കാണുകയും അവരെയൊക്കെ നമ്മൾ ഓർമ്മിക്കുകയും അവരെയൊക്കെ ആവാഹിക്കുകയും ചെയ്തു. ഈ ദർഭയിലാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നെങ്കിൽ പോലും നമ്മൾ അവരെയൊക്കെ മനസ്സുകൊണ്ട് നമ്മൾ അവരെയൊക്കെ കാണുക തന്നെയായിരുന്നു. വല്ലാത്തൊരു അനുഭവം. നമ്മളിൽ നിന്നും വിട്ടുപോയവർ, നമുക്ക് മുൻപേ ജീവിച്ചവർ, നമുക്ക് മുമ്പേ സുഖദുഃഖങ്ങൾ ഈ ഭൂമിയിൽ, ഈ കുടുംബങ്ങളിൽ അനുഭവിച്ചവർ, നമുക്ക് കാരണക്കാരായവർ, അവർക്ക് വേണ്ടി വർഷത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെ ഒരു ചടങ്ങ്, ഇങ്ങനെ ഒരു ആചാരം ചെയ്യാൻ കിട്ടുന്ന ഒരു സംസ്കാരം, നമ്മുടെ ഈ സംസ്കാരം, അത് വളരെ നല്ലൊരു കാര്യം അല്ലേ, നല്ലൊരു കാര്യം അല്ലേ ആയിട്ടാണ് നമുക്ക് തോന്നിയത്. നമ്മൾ നല്ലവണ്ണം ഫീൽ ചെയ്തു. എന്താണോ ഓരോരുത്തർക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നത്, ശാന്തി, സമാധാനം ഒക്കെ ആഗ്രഹിക്കുന്നു. പക്ഷെ നമുക്കും എന്തോ ബലിയൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും ആ ശാന്തിയും സമാധാനവും ഒക്കെ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ, നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? എല്ലാവരും ആ ഒരു ശാന്തി സമാധാനമൊക്കെ ഞങ്ങൾ ഫീൽ ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബലിയിടൽ കർമ്മമൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഇതിൻ്റെ കാക്കൊക്കെ ഈ ചോറൊക്കെ വിതറിക്കൊടുത്തു. പിന്നെ നേരെ കടൽക്കര ബീച്ചിലോട്ട് ഇറങ്ങി, കടൽക്കര ഇറങ്ങി ആ ഇലയും ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ട് കടലിൽ നിക്ഷേപിച്ച് പിന്നെ കുറച്ച് കൈയും കാലമൊക്കെ കഴുകിയിട്ട് നേരെ അമ്പലത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ദർശനമൊക്കെ നടത്തി, പ്രസാദമൊക്കെ വാങ്ങിച്ച്, പുണ്യമുള്ളതൊക്കെ വാങ്ങിച്ച്. അതും ഒരു കുടുംബക്ഷേത്രമാണ്. അത് എൻ്റെ ഒരു പരിചയക്കാരൻ, എൻ്റെ കുടുംബത്തിലൊക്കെ പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ്. നല്ല രീതിയിൽ അവർ പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഒരു ക്ഷേത്രമാണ്. അതിൻ്റേതായ ഉയർച്ചയും ഒക്കെ അവിടെ ഉണ്ട്. നല്ലപോലെ അവിടെയും ഒരു അനുഭവമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനും ഒക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. എന്നെ വണ്ടിയിൽ വന്ന് കയറി, വണ്ടി തിരിച്ചതും ഇല്ലേ, മറ്റേ ആള് വന്നു. ആര്? കുറേ നേരമായിട്ട് ദാ വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളില്ലേ, മഴ. അന്താള് വന്നില്ലേ? അന്താള് വന്നപ്പോഴത്തേക്ക് നമ്മള് വണ്ടി കയറി നേരെ നമ്മള് ഇവിടെ ഇനി എത്തുന്നവരെ ഉണ്ടായിരുന്നോ? വീട്ടിൽ വന്നിറങ്ങുമ്പോഴും ചെറിയ ഉണ്ടായിരുന്ന ആലിമ, മഴ ഉണ്ടായിരുന്ന? ആ, അപ്പൊ പിന്നെ ആലിമയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് ബലിയൊക്കെ ഇടാൻ പോയിട്ട്? ഉള്ളായിരുന്നു, നല്ല അനുഭവം തന്നെയായിരുന്ന? ആലൂര? ഓ, എല്ലാവർക്കും ഭയങ്കര അനുഭവങ്ങളെന്നാണ് പറയണത്. അങ്ങനെ ഈ 2025 ഈ കർക്കിടക വാവ് ഞങ്ങൾ ബലിയിടൽ കർമ്മം നടത്തി. എല്ലാവർക്കും നന്ദി.